നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ ആണ്. ഹമാസ് ഒക്ടോബർ 2023 ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം കാണിച്ചതിൻ്റെ 1000ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ ഇസ്രായേൽ കാട്സ് ഒരു ഭീഷണി ഇറാന് നേരെ മുഴക്കിയിട്ടുണ്ട്. അദ്ദേഹം മുഴക്കിയ ഭീഷണി ഇതാണ്: മൊജ്തബ ഖമനേയി ഈസ് മാർക്ക്ഡ് ഫോർ ഡെത്ത് എന്ന് പറയുന്നത് മൊജ്തബ ഖമനേയിയെ അവർ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ അവർ വധിച്ചു കളയും എന്ന ഒരു ഭീഷണിയാണ് ഈ 1000ാമത്തെ ദിവസം ഇസ്രായേൽ കാട്സ് ഇറാന് നേരെ മുഴക്കിയത്. സ്വാഭാവികമായിട്ടും ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. അരാക്ചി പറഞ്ഞു, അങ്ങനെ മൊജ്തബ ഖമനേയിയെ നിങ്ങൾ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ബാക്കിയുണ്ടാവില്ല എന്ന നിലയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. മാത്രമല്ല, അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വേട്ടപ്പട്ടികളെ നിങ്ങൾ അടക്കി നിർത്തിയില്ലെങ്കിൽ ഒരു കാലത്തും ഈ മധ്യ പൂർവേഷ്യയിലെ സമാധാനം ഉണ്ടാവുകയില്ല എന്നൊരു വാണിംഗ് അദ്ദേഹം അമേരിക്ക കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ 1000 ദിവസം ഒക്ടോബർ 2023 ഹമാസിൻ്റെ ഭീകരപ്രവർത്തകർ ഇസ്രായേലിൻ്റെ അതിർത്തികൾ വേലികൾ ഭേദിച്ച് 6000-7000 ആളുകൾ ഇസ്രായേലിലേക്ക് കടക്കുകയും 10,000-ലധികം ആളുകളെ കൊന്നുകളയുകയും 251ഓളം ആളുകളെ ബന്ധികളായി പിടിച്ചുകൊണ്ട് പോവുകയും നിരവധി സ്ത്രീകളെ, ബാലികമാർ മുതൽ വൃദ്ധകൾ വരെയുള്ള സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ഒക്കെ ചെയ്ത വലിയ സംഭവം ഉണ്ടായിട്ട് 1000 ദിവസമാവുകയാണ്. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ ലോകത്തിന് മുഴുവൻ അറിയുന്നതാണ്. ഇസ്രായേൽ അന്ന് വൈകുന്നേരത്തോടു കൂടി ഹമാസിനെ തിരിച്ചാക്രമിക്കുകയും അത് ഏകദേശം 70,000-ഓളം ആളുകളുടെ, ഗാസയിലെ 70,000-ഓളം ആളുകളുടെ മരണത്തിലും ഏകദേശം 1.25 ലക്ഷം ആളുകളുടെ അംഗഭംഗമടക്കമുള്ള പരിക്കുകളിലും കലാശിക്കുകയും ഗാസ ഇസ്രായേൽ പൂർണ്ണമായി കീഴടക്കുകയും ഹമാസിനെ കീഴടക്കുകയും അവസാനം ഒരു പീസ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഗാസയുടെ 56% ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും ബാക്കി 44% മാത്രം അവിടെ വസിച്ചിരുന്ന 20,000-ൽ ഈ മരിച്ചുപോയവർ ഒഴികെയുള്ള ആളുകൾക്ക് വസിക്കുവാനുള്ള 20 ലക്ഷത്തിൽ സ്ഥലമായി കൊടുക്കുകയൊക്കെ ചെയ്ത കഥ നമുക്കറിയാവുന്നതാണ്. അവിടെ ഇപ്പോഴും ഹമാസ് അവർക്ക് പറ്റുന്നതുപോലെ ഭീകരപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇസ്രായേൽ അത് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ആ യുദ്ധം പിന്നീട് ഹിസ്ബുള്ളയുടെ പേജർ ബോംബിലേക്ക് നീങ്ങുന്ന 1 വർഷം കഴിഞ്ഞ് കുറേ ഹിസ്ബുള്ള പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. പിന്നീട് സിറിയയും ലെബനോണും ഇസ്രായേൽ ഒന്നിച്ചാക്രമിക്കുന്നു. സിറിയയിൽ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ സിറിയയിൽ നിന്ന് അൽ അസാദിന് ഭരണം ഉപേക്ഷിച്ച് ഓടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. സിറിയയിലെ ഭരണം തന്നെ മാറുന്നു. അതോടെ ഇറാനിൽ നിന്ന് നേരിട്ട് ലെബനോണിലേക്ക് ലഭിച്ചിരുന്ന ആയുധ സഹായം നിന്നുപോകുന്നു. ഇറാനിൽ നിന്ന് ഇറാഖ് വഴി സിറിയ ക്രോസ് ചെയ്താണ് ലെബനോണിലേക്ക് ഇറാൻ ആയുധങ്ങൾ അയച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പങ്കാണ് ഇവിടെ ഹമാസ് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആയുധക്കടത്തിൻ്റെ ആ ശ്രേണി മുറിഞ്ഞു പോകുന്നു. അതിനുശേഷം ലെബനോണിലെ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ആക്രമിക്കുന്നു. അതിശക്തമായിട്ട് ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ലെബനോണിൻ്റെ ഏകദേശം 20% പ്രദേശം ഇസ്രായേൽ കൈയടക്കി വെച്ച് കഴിഞ്ഞു. അത് ലറ്റാനി റിവർ എന്ന് പറയുന്ന സിറിയയുടെ തെക്ക് ഭാഗത്തോട് ഒഴുകുന്ന ഒരു റിവറിൻ്റെ തെക്കൻ ഭാഗം, അതിൻ്റെ വടക്കൻ ഭാഗം, ബാക്കി സിറിയ അതിൻ്റെ തെക്കൻ ഭാഗം ഇപ്പോൾ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കണം. അവിടെയാണ് ഇപ്പോഴും ആക്രമണങ്ങളും യുദ്ധവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധം അവിടെയും നിന്നില്ല. അതിനിടയിലുള്ള ഹൂത്തികൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അത് റെഡ് സീയിലെ ഹൂത്തികൾ മിസൈൽ അയക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതിനെ പിന്നീട് അമേരിക്കയും ഇസ്രായേലിനെ ആക്രമിച്ച് ഹൂത്തികളെ ഒതുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹൂത്തികൾ ഏതാണ്ട് സൈലൻ്റ് ആക്കപ്പെട്ട നിലയിലാണ്. എന്നാലും യമൻ്റെ പകുതി ഭാഗത്തോളം, പകുതിയിലധികം ഭാഗം, അല്ലെങ്കിൽ യമനിൽ ജനവാസം കൂടുതലുള്ള ഭാഗം, ഏരിയ കൊണ്ട് പകുതിയാണെങ്കിലും ഭൂപ്രദേശത്തിൽ പ്രാധാന്യമുള്ള ഭൂപ്രദേശം കൂടുതലും ഇപ്പോൾ ഹൂത്തികളുടെ കയ്യിൽ തന്നെയാണ്. അവർ സൗദി അറേബ്യയ്ക്ക് ഭീഷണിയായി തുടരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴവർ ഏതാണ്ട് പത്തിമടക്കിയ മട്ടിലാണ്. കാരണം ഈ ലെബനോൺ ആക്രമണത്തിലൊന്നും ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലോ ഇറാൻ അമേരിക്ക യുദ്ധത്തിലോ പ്രതികരിക്കാൻ ഹൂത്തികൾക്ക് സാധിച്ചിട്ടില്ല. അവരുടെ സാധാരണ ഒരു സ്വഭാവം വെച്ച് അവർ പ്രതികരിക്കേണ്ടതാണ്. നടുവ് തീരെ പൊന്താത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കണം. അവർ അത്തരത്തിൽ അടങ്ങി നിൽക്കുന്നുണ്ട്. ഇനി ഇതിലൊന്നും ആക്രമണങ്ങളിൽ നേരിട്ട് ഇടപെടാതിരുന്ന ഖത്തറിനെ പോലും ഇസ്രായേൽ അതിനിടയിലൂടെ ആക്രമിക്കുകയുണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയാം. ഹമാസിനെ തീറ്റിപ്പോറ്റിയിരുന്ന ഹമാസിൻ്റെ ആവാസ കേന്ദ്രം ആക്രമിച്ചു. ലക്ഷ്യം കാണാൻ ഹമാസിൻ്റെ ഉദ്ദേശിച്ച ആളുകളെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനെ അവിടെ വധിക്കാൻ അവർക്ക് സാധിച്ചു. പിന്നീട് അദ്ദേഹത്തെയും അവരാരെയാണോ ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തെയും കൊല്ലാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നീട് ആക്രമണം അവസാനമായി അത് ഇറാനിലേക്ക് എത്തുന്നു. ഇറാനാണ് ഇത് തുടങ്ങി വെച്ചത്. ഇറാൻ്റെ കൈയായിട്ടുള്ള ഹമാസിനെ ഇറാൻ വാലിൽ തീ കൊടുത്ത് കയറ്റിവിട്ടതാണ്. അങ്ങനെ വാലിൽ തീ കൊടുത്ത് കയറ്റിവിട്ട ഹമാസ് അത് തീർന്നു. ഹിസ്ബുള്ള ഒതുങ്ങി. ഹൂത്തി ഏകദേശം തീർന്നു. ഇതിനെല്ലാം ഏകദേശം ഒതുക്കിയതിന് ശേഷം ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നു, അമേരിക്കയും ചേർന്നുകൊണ്ട്.
ആ ആക്രമണത്തിലെ ഇസ്രായേലിൻ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചയും ഹോർമുസിലെ വിഷയങ്ങളൊക്കെ. അപ്പം ഇറാനെ ആക്രമിച്ചതോടെ ഇതൊരു ആഗോള പ്രശ്നമായി മാറുന്നു. യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഹോർമുസ് ഉപരോധിക്കുന്നതിലേക്ക് ഇറാൻ കിടക്കുന്നു. അപ്പം അത് എണ്ണ വ്യാപാരത്തെ വലുതായിട്ട് ബാധിക്കുന്നു. പിന്നീട് അതൊരു ലോക പ്രശ്നമായി തീരുന്നു. അപ്പോൾ ഇപ്പം യുദ്ധവും ചർച്ചയും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ അഴകുഴമ്പൻ രീതിയിൽ കിടക്കുകയാണ്. ഇസ്രായേൽ ഇപ്പോഴും അവരുടെ യുദ്ധം അവരുടേതായ രീതിയിൽ അവർ ലെബനോണിൽ തുടരുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഏറ്റുമുട്ടലുകൾ ഉണ്ടായതായി നമുക്കറിയാം. ഇന്നലെ ഖത്തറിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനിടയിലൂടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന നിരവധി ആളുകളെ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞു. ഹമാസിൻ്റെ യാഹ്യ സിൻവാർ, ഇസ്മായിൽ ഹാനിയ, മുഹമ്മദ് ഡൈഫ്, സിൻവാറിൻ്റെ ബാക്കി സഹോദരന്മാർ, അങ്ങനെ ഹമാസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർവ്വ ആളുകളെയും അവർ എണ്ണി അവസാനിപ്പിച്ചു. ഹാസൻ നാസുറുള്ള മുതൽ ഹെസ്ബുള്ളയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നിരവധി ആളുകളെ, ടോപ്പിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും തന്നെ ഏതാണ്ട് അവരെ ഇല്ലാതാക്കി. ഇറാനിലെ എൻറ്റയർ നേതൃത്വത്തെ, ഖമേനി അടക്കമുള്ള എൻറ്റയർ നേതൃത്വത്തെ അവർ തുടച്ചു നീക്കികളഞ്ഞു. അപ്പോൾ അത്രയും വ്യക്തികളെയും അവർ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ യുദ്ധം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴിത് ചർച്ചയിൽ നടക്കുകയാണ്. അപ്പോൾ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാവുന്നതുപോലെ ലെബനോണിൽ യുദ്ധം തുടരുന്നു എന്നുള്ളതാണ്. ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള കരാർ നടപ്പാക്കുന്നതിന് ഏറ്റവും വലിയ പ്രതിബന്ധമായി ഇറാൻ്റെ മുൻപിൽ നിൽക്കുന്നത്. നേരെ മറിച്ച് അതിന് അവർ പ്രതികാരം ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളോടും അതുപോലെ ഹോർമുസിൽ കടന്നു പോകുന്ന ഏതെങ്കിലും രാജ്യങ്ങളുടെ കപ്പലുകളുടെ നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചുകൊണ്ടൊക്കെയാണ് ഇറാൻ IRGC അതിനെതിരെ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ തന്നെ രണ്ട് പക്ഷം സമാധാനത്തിലേക്ക് എത്താം, അതവിടെ നടക്കട്ടെ, ഇറാൻ്റെ കാര്യം നോക്കാം എന്ന് ചിന്തിക്കുന്ന ഖാലിബാഫിൻ്റെ നേതൃത്വമുള്ള ഒരു പക്ഷവും IRGC അതിതീവ്രമായ വേറൊരു പക്ഷവും, എങ്ങനെയെങ്കിലും മരിച്ചാലും തിരക്കേടില്ല, യുദ്ധം തുടരണം എന്ന് ചിന്തിക്കുന്ന ഒരു പക്ഷവും ഇറാനിലുള്ളതായിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നു. ഒന്നും പുറത്തേക്ക് വരുന്നില്ല, ഇറാനിൽ നിന്ന് വാർത്തകളൊന്നും പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് ഇറാനിലെ ആക്ച്വൽ സിറ്റുവേഷൻ നമുക്കറിയില്ല. നമുക്ക് വരികൾക്കിടയിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. കാരണം ജനീവയിൽ വെച്ച് നടന്ന ചർച്ചയിൽ സംബന്ധിക്കാൻ പോയത് കരാച്ചിയും ഖാലിബാഫുമായിരുന്നു പോയിരുന്നതെങ്കിൽ ഇപ്പോഴിവിടെ നടക്കുന്ന ഇപ്പോഴത്തെ ചർച്ചയിൽ അവിടെ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത് ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഗരിബാബാദിയാണ്. ഈ ഗരിബാബാദി എന്ന് പറയുന്ന ആൾ IRGCയുടെ ഭാഷ സംസാരിക്കുന്ന ആളാണ്. കാരണം ഇവരെ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. കാരണം ഖാലിബാഫും വളരെ തീവ്രമായി സംസാരിച്ചിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് സംസാരത്തിന് മാറ്റം വരുന്നു. മൊസാദ് എവിടെയൊക്കെയാണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഈ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ഗരീബാബാദി എന്ന് പറയുന്ന ആൾ, ഇദ്ദേഹം വളരെ കർക്കശമായ ഭാഷ അല്ലെങ്കിൽ IRGCയുടെ ഭാഷ മാത്രം സംസാരിക്കുന്ന ആളാണ്. അയാളാണ് ഇപ്പോൾ ഇവിടെ ഖത്തറിൽ ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത്. നേരിട്ടല്ല ചർച്ച നടക്കുന്നത്, ഖത്തറിൻ്റെ മീഡിയേഷനിലാണ്. ഇറാന് സംസാരിക്കാനുള്ളത് ഖത്തറിൻ്റെ ഫോറിൻ മിനിസ്റ്ററോട് പറയുന്നു, അത് അമേരിക്കൻ പ്രതിനിധികളുടെ അവിടെ വിറ്റ്കോഫിനോടും ജാവേദ് കുഷ്ണറോടും സംസാരിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു മീഡിയേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ ആ സംസാരം നല്ല നിലയ്ക്ക് പുരോഗമിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനും പറയുന്നത് ചർച്ചകൾ നല്ല നിലയ്ക്ക് പുരോഗമിക്കുന്നു എന്നാണ്. അതിനിടയിലൂടെ ഖമനയുടെ ശവസംസ്കാരം നടത്തേണ്ടതുണ്ട്. മരിച്ചുപോയ ഖമനയുടെ ശവസംസ്കാരം നടത്തേണ്ടതുണ്ട്. അത് 4-ാം തീയതി അതിൻ്റെ ഫ്യൂണറൽ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 9-ാം തീയതിയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത്. അപ്പം നിരവധി സിറ്റികളിലേക്ക്, ഈ ഷിയായുടെ ഭക്തി കേന്ദ്രങ്ങളിലേക്ക് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് പോവേണ്ടതുണ്ട്. അത് വലിയ ബഹുജന ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ശ്രദ്ധ ആവശ്യമുള്ള സംഗതിയുമാണ്. മാത്രമല്ല ഇത് 2 രാജ്യങ്ങൾ ഉൾപ്പെട്ട സംഗതിയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഇറാഖിലെ ഒരു ബാഗ്ദാദിനടുത്തുള്ള ഒരു ഷിയ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ഈ ബോഡി കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം ഖമനൈ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ് എന്ന് പറയപ്പെടുന്നു ഈ ഇറാഖിലെ അവരുടെ പുണ്യസ്ഥലം സന്ദർശിക്കുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പേടിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം മരിച്ചു കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി അവിടേക്ക് പോകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 4-ാം തീയതി മുതൽ സംഭവിച്ചു. 9-ാം തീയതിയാണ് ശവസംസ്കാരം നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി അവർ ക്ഷണിച്ചിരുന്നു. പ്രധാനമന്ത്രി തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിയുകയും ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഒരു സഹമന്ത്രിയെ മാത്രം അയക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന റിട്ടയർഡ് ഗവർണറാണ്. ആ റിട്ടയർഡ് ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ യോജിപ്പിക്കുന്ന അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു മെസ്സേജാണ്. കാരണം ഇറാൻ തീവ്രവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വാസ്തവത്തിൽ ഇന്ത്യ ഇറാന് കൊടുക്കുന്നതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല ഇറാൻ്റെ ഹോർമുസിലെ ഇടപെടൽ കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ രാജ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ഇന്ത്യ അതിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്
വളരെ തണുപ്പൻ രീതിയിലുള്ള പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത് എന്നാണ് വിദേശകാര്യ വിദഗ്ധരിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ ഇറാൻ അതുകൊണ്ടായിരിക്കാം ഇന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയെയും വേറെ നേരത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന സൽമാൻ ഖുർഷിദിനെയും ഒക്കെ ഇന്ന് പ്രത്യേകമായിട്ട് അവർ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് പകരം കോൺഗ്രസ് പ്രസിഡന്റ് മതിയെന്നായിരിക്കാം ഒരുപക്ഷെ അവർ വിചാരിക്കുന്നത്. എന്തായാലും ക്ഷണം അവർ സ്വീകരിച്ചതായിട്ട് കണ്ടില്ല. ഞാനിപ്പോൾ ഈ വാർത്ത പ്രിപ്പയർ ചെയ്യുന്നതിനിടെ കൂടി ക്ഷണം വന്നിട്ടേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചിടത്തോളം മറുപടി കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കേണ്ടതുകൊണ്ട് അത് നന്നായി നടക്കണം. അതിനിടയിലൂടെയാണ് ഇസ്രായേലിൻ്റെ ഈ ഭീഷണി വന്നിരിക്കുന്നത്. മൊജരാബ ഖമനേയി ഈസ് മാർക്ക്ഡ് ഫോർ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മൊജരാബ ഖമനേയി ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹത്തെ ഖമനേയിയായി വാഴിച്ചതിന് ശേഷം ഇതുവരെ അദ്ദേഹത്തെ പുറത്തേക്ക് കണ്ടിട്ടില്ല. ഇപ്പം ഖമനേയി വധിക്കപ്പെട്ടിട്ട് എത്രയോ നാളുകളായി. അതിനുശേഷം അന്ന് ആ സമയത്ത് അതിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഈ മൊജരാബ ഖമനേയിക്ക് പരിക്കേറ്റിരുന്നു. അപ്പോൾ ഇറാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഡിഫേസ്ഡ് ആണ്, അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത വിധം വികൃതമായി പോയി, അതുകൊണ്ടാണ് അദ്ദേഹം പബ്ലിക്കിൽ വരാത്തത് എന്നാണ്. അപ്പോൾ ഈ പിതാവായിട്ടുള്ള ഖമനേയുടെ സംസ്കാര ചടങ്ങിന് ഇദ്ദേഹം പുറത്തേക്ക് വരുമോ എന്നുള്ളത് ലോകം മുഴുവൻ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ അദ്ദേഹം പുറത്തേക്ക് വരരുത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇത്തരത്തിലുള്ളൊരു ഭീഷണി മുഴക്കിയതെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇനി ഇറാനെ സംബന്ധിച്ച് അദ്ദേഹത്തെ തീരെ പുറത്ത് കാണിക്കാനും പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇല്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ ഭീഷണി പറഞ്ഞുകൊണ്ട് അവർക്ക് ഖമനേയി വരുന്നത് ഇല്ലാതാക്കുകയും ചെയ്യാം. കാരണം ഇദ്ദേഹത്തിന് സെക്യൂരിറ്റി വിഷയങ്ങളുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഖമനേയുടെ ആ പൊതു പ്രവേശം വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാനും സാധിക്കും. എന്തായാലും ശരി, അദ്ദേഹം പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം ഒരു മത നേതാവാണ്, മതപുരോഹിതനാണ്. ഈ പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ. എന്തായാലും ഖത്തറിൽ നടക്കുന്ന ഡിസ്കഷൻസ് വളരെ ക്രിയേറ്റീവായിട്ട് മുന്നേറുന്നു എന്നാണ് രണ്ടു പക്ഷവും, ഇറാനും അമേരിക്കയും അവകാശപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ ധാരാളം കപ്പലുകൾ ഒമാൻ തീരത്തൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഒമാൻ തീരത്തൂടെയുള്ള ആ ഒരു യാത്രയേക്കാൾ നല്ലത് ഇറാൻ തീരത്തൂടെയുള്ള യാത്രയാണ്. കാരണം കടലിന് ഡെപ്ത് കൂടുതലുള്ളത് ഇറാൻ്റെ തീരത്തുകൂടിയാണ്. അപ്പോൾ ഒമാൻ തീരത്തൂടെ യാത്ര ചെയ്ത ഒരു കപ്പൽ മണ്ണിൽ ഉറച്ചുപോയി എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒമാൻ റൂട്ട് എപ്പോഴും നല്ലത് ഇറാനോട് ചേർന്നുള്ള റൂട്ടാണ്. പക്ഷേ ഇറാനോട് ചേർന്നുള്ള റൂട്ട് അതിലെ കൂടെ പോയി കഴിഞ്ഞാൽ ഇറാന് ഫീസ് കൊടുത്തേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കി കപ്പലുകളെല്ലാം ഈ ഒമാൻ്റെ തീരത്തുള്ള റൂട്ട് സെലക്ട് ചെയ്യുകയാണ്. അമേരിക്കയും പറയുന്നത് ആ റൂട്ടാണ്, ഇൻ്റർനാഷണൽ മാരിടൈം ഏജൻസിയും പറഞ്ഞിട്ടുള്ളത് ആ റൂട്ടാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ ധാരാളം കപ്പലുകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.